താരമായ സ്ഥാനാർത്ഥിക്ക് വോട്ട് തേടി ഒരു താരകുടുംബം തന്നെ എത്തിയിട്ടുണ്ട്. കൊല്ലത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി കൃഷ്ണകുമാരേട്ടനും ഫാമിലിയും. ഇന്ന് ചേട്ടൻ സൈഡിൽ നിന്നു ബാക്കിയുള്ളതുകൊണ്ടല്ലോ. ചേച്ചി എങ്ങനെയുണ്ട് വന്നു കഴിഞ്ഞിട്ട്? നന്നായിട്ട് പോകുന്നുണ്ട്. ഇവിടെ നല്ല പ്രചരണമാണ് നടക്കുന്നത്. കൃഷ്ണകുമാറിന് ഇവിടെ കൊല്ലത്ത് എല്ലാവരിൽ നിന്നും ധാരാളം ഒരുപാട് സ്നേഹം, ട്രിവാൻഡ്രത്ത് കിട്ടിയതിനേക്കാൾ സ്നേഹം കിട്ടുന്നുണ്ടോ എന്ന് എനിക്കൊരു തോന്നല്. നേരത്തെ ഒരു തവണ മത്സരിച്ചിട്ടുണ്ടല്ലോ, അന്ന് ഇറങ്ങിയിട്ടുണ്ടോ? ഇല്ല, അന്ന് ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല. കാരണം ആ സമയത്ത് ശരിക്കും അച്ഛൻ സ്ഥാനാർത്ഥിയാവുന്നതും മത്സരിക്കുന്നതും ഇതൊക്കെ നമ്മളും എക്സ്പെക്ട് ചെയ്യുന്ന കാര്യമല്ല. അങ്ങനെ അതിന് മുമ്പ് ഞാൻ ഓൾറെഡി ഈ ബുക്കൊക്കെ ചെയ്തൊരു ട്രിപ്പിലായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് അച്ഛൻ സ്ഥാനാർത്ഥിയാവുന്നു. പിന്നെ വളരെ പെട്ടെന്നായിരുന്നു, ഇലക്ഷന് ഒരുപാട് സമയം ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഞാൻ സ്ഥലത്തില്ലായിരുന്നു. അപ്പം അന്ന് ഇവരൊക്കെ വന്നിരുന്നു ഒരു ദിവസം. വന്നിറങ്ങിയിട്ട് എങ്ങനെയുണ്ട് കൊല്ലം? കൊല്ലം നല്ല ചൂട്. ഈ ചൂടത്താണല്ലോ അച്ഛൻ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഓപ്പൺ ജീപ്പില അതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതെന്ന് ആലോചിക്കുമ്പം അച്ഛൻ്റെ ആ ഒരു എഫേർട്ടിനൊക്കെ ഒരു റിസൾട്ട് ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. സോഷ്യൽ മീഡിയ വലിയ സജീവമാണല്ലോ. അച്ഛന് വേണ്ടി സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഒരു പ്രചാരണമോ അങ്ങനെ വല്ലതും ഉണ്ടോ? എല്ലാ ദിവസവും അച്ഛൻ്റെ എന്തൊരു ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്നൊരു വീഡിയോ ആയാലും ഫോട്ടോ ആയാലും എന്നെക്കൊണ്ട് പറ്റുന്ന എല്ലാ റീഷെയറും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. കാരണം എന്നെക്കൊണ്ട് പറ്റുന്ന അതാണല്ലോ. കാരണം എനിക്ക് ഇന്ന ആൾക്ക് വോട്ട് ചെയ്യാവുള്ളൂ എന്നൊന്നും എനിക്ക് ആരുടെ പേഴ്സണലി പറയാൻ പറ്റില്ല. പക്ഷേ ഞാൻ എൻ്റെ സ്റ്റോറീസിലൂടെ പറയുന്നുണ്ട് ദറ്റ് ഐ എം ഷോയിങ് ദം. അച്ഛൻ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ നല്ല കാര്യങ്ങൾ നമുക്ക് ഈ ഡെവലപ്മെൻറ്റ് നമുക്ക് ഇനി കേരളത്തിൽ വേണം അല്ലെങ്കിൽ കൊല്ലത്ത് വേണം എന്നുണ്ടെങ്കിൽ വോട്ട് ഫോർ BJP അല്ലെങ്കിൽ വോട്ട് ഫോർ അച്ഛൻ കൃഷ്ണകുമാർ എന്നുള്ള ഒരാൾക്കായിട്ട് ഞാൻ എന്നെക്കൊണ്ട് വരുന്ന സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് പല സമയങ്ങളിലും രാഷ്ട്രീയക്കാരനായി, ഇപ്പം നടനാണ്, അതിനുശേഷം രാഷ്ട്രീയക്കാരനായി. അച്ഛനെ നിങ്ങൾ ഭയങ്കര ഫാമിലിയായിട്ട് കാണുന്ന സമയത്ത് എപ്പോഴും വീഡിയോയിലായാലും എപ്പോഴും അച്ഛനും മക്കളും ഭയങ്കര കുടുംബമായിട്ടാണ്. ഇപ്പോൾ ഒരു മിസ്സിംഗ് ഉണ്ടോ? അച്ഛനിപ്പോൾ കുറേ നാളായിട്ട് വീട്ടിലില്ല. പക്ഷേ എന്നാലും അങ്ങനെ മിസ്സിങ് ഫീലിംഗ് അല്ല. കാരണം സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ ഇപ്പോൾ എല്ലായിടത്തും അച്ഛൻ്റെ തലയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ എവിടെ സോഷ്യൽ മീഡിയ എവിടെ നോക്കിയാലും ഇപ്പോൾ ഏതൊരു ഒരു ന്യൂസ് ചാനലിൻ്റെ ഒരു പേജ് ആയാലും ഇൻസ്റ്റാഗ്രാമിലായാലും ഇങ്ങനെ അച്ഛൻ്റെ തല ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അച്ഛൻ നമ്മുടെ അടുത്തുള്ള പോലെ തന്നെ ഫീൽ ചെയ്ത്. കാരണം അച്ഛൻ നമ്മളോട് വീട്ടിൽ പറയുന്ന പല കാര്യങ്ങളും തന്നെയാണ് ആ സോഷ്യൽ മീഡിയ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ നമുക്ക് അച്ഛൻ വീട്ടിലുള്ള പോലത്തെ ഒരു ഫീൽ. ഞാൻ അമ്മയോട് ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. സത്യം അത് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭയങ്കര ചൂടായതോട് വന്നപ്പോൾ തന്നെ ഞാൻ നടന്നുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഇങ്ങനെ റോഡിൽ ഇങ്ങനെ ആവി പോകുന്ന പോലെയൊക്കെ ഞാൻ കണ്ടു. പക്ഷേ എന്താണ് ഞാൻ എൻ്റെ മുമ്പിൽ നോക്കിയപ്പോൾ ഇത്ര ഉള്ളൊരു പയ്യൻ ഒരു ബോർഡൊക്കെ പിടിച്ച് നടക്കുമായിരുന്നു. അപ്പോൾ ആ പയ്യനെ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ മെസ്സേജ്, അയ്യോ ആ കൊച്ചു കുഞ്ഞ് നടക്കുമല്ലോ, അപ്പോൾ എനിക്ക് നടക്കാമെന്ന് പറഞ്ഞാൽ നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഉള്ളവരുടെ ഒരു കൊച്ചു കുട്ടിയുടെ പോലും ഒരു സപ്പോർട്ട് അത് കണ്ട് സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ഇവിടെ കാണുന്നൊരു സപ്പോർട്ട് ഫുൾ ടൈം ഉണ്ടാവുമോ? ഇനി ഫുൾ ടൈം ഉണ്ടാവില്ല. കാരണം ഇന്ന് ഒരു ഇവൻ്റ് ഉണ്ട്. അപ്പോൾ ആ ഇവൻറ്റിന് വേണ്ടിയിട്ടാണ് വന്നത്. പിന്നെ നാളെയും നമ്മൾ പോകുന്നതിന് മുമ്പ് കുറച്ച് ഓഫനേജ്, കാഷ്യൂ ഫാക്ടറീസ്, അങ്ങനത്തെ കുറച്ച് സ്ഥലത്ത് കുറച്ച് പ്രോഗ്രാംസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ പോകും. കാരണം നമുക്കും അവിടെ ഷൂട്ട് മറ്റ് ജോലികളൊക്കെ ഉണ്ട്. അപ്പം ഇത് കഴിഞ്ഞ് വീണ്ടും എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇവൻ്റ് ഉണ്ട്, വരാൻ പറഞ്ഞാൽ വരും. ഇത്രയും വെയിൽ കൊണ്ട് അച്ഛൻ കറുത്തുപോയോ? അച്ഛൻ സൺസ്ക്രീൻ ഉപയോഗിക്കത്തില്ല. നമ്മൾ പറയും അച്ഛൻ സൺസ്ക്രീൻ ഉപയോഗിക്കണം. അപ്പോൾ അച്ഛൻ സൺസ്ക്രീനിൽ വിശ്വസിക്കുന്ന ഒരാളല്ല. ബട്ട് അച്ഛൻ ഓക്കെയാണ്. അച്ഛന് കളർ പോകുന്നതും വരുന്നതും ഒക്കെ എല്ലാം വളരെ ഓക്കെയാണ്. അതെ, ഭയങ്കര ഇഷ്ടമാണ് അച്ഛന്. അതെ അതെ, ഇനി ഒരു വർഷത്തേക്കുള്ള വിറ്റമിൻ ഡി കുറവാണ്. അതെ, എല്ലാവരും വന്നു, ലാസ്റ്റ് സമയമാണ്. എങ്ങനെയുണ്ട്? ഫാമിലി കൂടെ വന്നപ്പോഴത്തേക്ക് കൂടുതൽ ഹാപ്പിയായോ? അല്ലേ, ഫാമിലി എന്നുള്ളതിനേക്കാൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ കാണുന്നത് വെച്ചാൽ താഴെത്തട്ടുള്ള പ്രവർത്തകർ. അതായത് ഇപ്പോൾ ഇവർ വെയില് ചൂടെന്നൊക്കെ പറയുന്നില്ലേ, നമ്മൾ പല ദിവസങ്ങളിലും വൈകിയാണ് വരുന്നത്, അതായത് ഓരോ സ്പോട്ടിലെത്തുന്നത്. നമ്മുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ല സംഘടനയോടുള്ള സ്നേഹം. രാജ്യം നന്നാവണം, എൻ്റെ നാട് നന്നാവണം എന്ന് വിശ്വസിച്ച് നിൽക്കുന്നവർ 2.5-3 മണിക്കൂർ വൈകി നിൽക്കുന്നു. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് അവരൊരു മണിക്കൂർ അഡീഷണൽ ജോലി എടുത്താൽ ഞാൻ 2 എടുക്കും. കാരണം അതിനൊപ്പം ഫാമിലി സഹായിക്കുന്നു. അവർ ഞാൻ പറയും ഇന്ന ദിവസങ്ങളിൽ വന്നാൽ നല്ലതായിരിക്കും. ഇപ്പോൾ തന്നെ ഇന്ന് രാജ്നാഥ് സിംഗ് ജി വരുന്നുണ്ട്. അപ്പോൾ അന്നേരം സ്റ്റേജിലുണ്ടെങ്കിൽ നല്ലതാണ്. നാളെയൊക്കെ കശുവണ്ടി ഫാക്ടറി, ഈ അനാഥാലയങ്ങളൊക്കെ പോകുന്നു. ഇവിടെയൊക്കെ സ്വാഭാവികമായിട്ടും സ്ത്രീകളാണ് കൂടുതലും. അപ്പോൾ ആ സ്ത്രീകൾക്ക് പല വിവരത്തും പറയാനുണ്ടാവും, എൻ്റെ അടുത്ത് പറയാനുണ്ടാവും. ഇവരെ നിർത്തിക്കൊണ്ടാകുമ്പോഴത്തേക്കിന് വേറെ തലത്തിൽ സംസാരിക്കാം. അതുകൊണ്ട് സ്ത്രീകൾ അവരുടെ ഒരു സപ്പോർട്ടിനായിട്ട് എൻ്റെ കുടുംബത്തിലെ സ്ത്രീകൾ വന്ന് അവർക്കായി സംസാരിക്കും. അതായത് തിരുവനന്തപുരത്തെ കുടുംബം കൊല്ലത്തിൻ്റെ കുടുംബമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു.